ഹായ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കാക്കിയെ കയ്യിൽ വെച്ചിട്ടുണ്ട്, വണ്ടി മാറ്റൊക്കെ ആക്കി ഫുൾ പവറാക്കി ഇട്ടിട്ടുണ്ട്. ഒക്കെ ഓക്കെയാണ്. രാവിലത്തെ ചായപൊടി പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ അപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടാക്കി വെക്കാം നമുക്കല്ലേ. മൈക്ക് ഇവിടെയാണ് വെക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ടീഷർട്ട് ആയതുകൊണ്ട് ഉള്ളിലിടുന്ന ബനിയന് ഉണങ്ങിയില്ല. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം കൊണ്ട് കാര്യമില്ല, രണ്ടെണ്ണം കൂടി മേടിക്കണം. ഇത് കണക്ട് ചെയ്യുമ്പോഴേക്ക് സൗണ്ട് ഒന്ന് മാറുകയെ. ഓക്കെ, സ്റ്റാർട്ടാക്കാം. തോർത്തുണ്ടെന്നും ഉണങ്ങിയത് കാരണം മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. മഴ ആയതുകൊണ്ട്. മഴ അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയത് തന്നെയാണല്ലോ കിട്ടുക. എന്നാൽ പിന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടേ വഴി ഒരു പ്രശ്നമല്ലാതായി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടല്ല, എടവണ്ണപ്പാറയിൽ നിന്നും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നായിരുന്നു. അപ്പോൾ അവരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് അവർ എന്നെ ഒന്ന് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. ആ വഴി അവർ നേരെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, രതീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്നവര് മനു എന്നാണ് എന്നോട് പേര് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ. പിന്നെ രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഏട്ടൻ വന്നായിരുന്നു. ആ ഏട്ടന്റെ വീട് കണ്ണൂരാണ്, അദ്ദേഹത്തിന്റെ വൈഫ് വീട് മഞ്ചേരിയാണ്. അദ്ദേഹം തന്നെ എന്താ പറയാ, എന്നെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആള് നേരെ വന്നതാണ്, നേരെ വീട്ടിലേക്ക് എത്തി. അപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ ഞാൻ ഈ വഴികൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലാൻഡ്മാർക്ക് ഫുള്ള് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കങ്ങനെ മറച്ചു വെക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ചെക്കന്മാരുണ്ട് ഇവിടെ ഇരിക്കണം. വയനാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, സുമേഷൊക്കെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞയച്ചതാണ് വയനാട്ടിലേക്ക്. എന്താ അത് ക്ലിയർ ആക്കി? ഇതെന്താ പോണേ? നാളെ? ഇന്നോ ഉണ്ടോ? ഓക്കെ അൽബായ്. അപ്പൊ സുമേഷ് വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവർക്ക് അവിടെയാണ് ജോലി ഉള്ളത്. സൈജു ഉണ്ട്. സൈജു ഒരു ഫ്രീ ടിക്കറ്റ് ആണ്, അവനെ കൊണ്ടുപോകണം. കൈനീട്ടാണ്, എന്റെ കൈനീട്ടാണ്. സൈജുവിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തതാക്കി മാറ്റിയാണ്. സൈജു നമ്മളെ ഫ്രണ്ടാണ്. അവനെ കയറ്റി കൊണ്ടുപോകണം, നിർബന്ധമാണ്. ഉണ്ണിക്കുട്ട കേരള ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തു 59,96. ഞാൻ ആ ലോട്ടറി ഒന്നും അങ്ങനെ എടുക്കലില്ല. പക്ഷെ വന്നത് എത്ര കേട്ടോ? 5000 49,96. ഒരു നമ്പർ റോയലിന്. എന്താ ചെയ്യാ? ഓക്കെ, സൈജുവിനോട് അവിടെ ഇറക്കേണ്ടി വന്നു. വേറൊന്നുമല്ല, ഞാനേ പേഴ്സ് എടുക്കാൻ മറന്നു. പേഴ്സ് ഇല്ലാതെ എങ്ങനെ ഈ പരിപാടി നടക്കൂല. പേഴ്സ് ഇല്ലാതെ എങ്ങനെ നടക്കാം? പൈസ ചില്ലറ എന്തെങ്കിലൊക്കെ ഒന്ന് എന്താ ചെയ്യും. അവനോട് ഇങ്ങനെ കളിയും ചെറിയ വർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയാണ്. ചെക്കനൊരു 100 മീറ്ററേ കൊണ്ടുവന്നുള്ളൂ. അപ്പോഴാണ് ഈ ലോട്ടറിന്റെ കേസ്. ഒന്ന് എടുക്കണ്ടോ ചോദിച്ചിനോട് ലോട്ടറി. ഞാൻ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പൈസ ഒന്ന് തപ്പിയതാ. അപ്പഴേക്കല്ലേ പൈസ എടുത്തിട്ടില്ല. വീണ്ടും വീട്ടിലേക്ക് തന്നെ. വീട്ടിൽ നിന്ന് നമ്മളൊരു 1/2 കിലോമീറ്റർ നടത്തേക്ക് പോകുന്നേ. അത് നോക്കണ്ട, പേഴ്സ് ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. അങ്ങോട്ട് തന്നെ എന്താലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഒരു രസമാണ് എന്റെ നാട് കാണാനൊക്കെ. 9:50 നമ്മള് സ്റ്റാൻഡിലേക്ക് കയറുന്നത് കേട്ടാ. വാവ്, തള്ളി പിടിക്കാം. അയ്യോ, മുന്നിൽ ബാലേട്ടനൊക്കെ ഉണ്ട്. അവര് പഞ്ചായത്തേക്കായിരുന്നു. അപ്പൊ പഞ്ചായത്ത് കൊണ്ടുവന്ന് വിട്ടു 40 രൂപ. അത് മേടിച്ചു. വേറൊരു ഓഫർ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഈ 40 രൂപ ടൗണിക്ക് മാത്രമല്ല, ടൗണിന്റെ ചുറ്റളവിലൊരു 200 മീറ്റർ അകലെ വരെ പോകുന്നതിലൊക്കെ നമ്മൾ ഈ ഒരു 40 രൂപനെ മേടിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ അവർ 40 രൂപ മേടിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ അവര് കയറിയപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, പഞ്ചായത്തിന്റെ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്തിന്റെ അവിടേക്ക് എവിടേക്ക് എന്നുള്ളൊരു സംഭവം കൂടി അവിടെ വരുന്നുണ്ട്. പഞ്ചായത്തേക്കാണോ അവര്? അപ്പൊ ഞാൻ ചോദിച്ചാൽ പഞ്ചായത്തിന്റെ അവിടേക്കാണോ പഞ്ചായത്തേക്കാണോ ചോദിച്ചു. അപ്പൊ പഞ്ചായത്തേക്കാണ്.
ഏറ്റവും കൂടുതൽ ആൾക്കാർ പഞ്ചായത്തിന്റെ അവിടേക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തേക്ക് തന്നെ അയക്കാരം. അപ്പൊ നിംസ് ഹോസ്പിറ്റലിന്റെ അവിടേക്കാറ് അത് നിംസ് ഹോസ്പിറ്റലിലേക്ക് അയക്കാരം. അപ്പൊ അങ്ങനത്തെ സംഭവം ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്കാണ്. ഇവിടുന്ന് പേർന്ന് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലെയാണ് കേട്ടാ. ലൈനന്നേ പുറത്തേക്ക് ഇറങ്ങാണ്. മൂന്നാമത്തെ വണ്ടിയായിട്ട് എത്തിയിരുന്നു കേട്ടോ. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരു ലോക്കൽ വിളിച്ചത്. അത് പോവാന്ന് കരുതി. എന്തൊക്കെയായാലും തള്ളിയിട്ട് അവിടെ എത്തണില്ല. ഇപ്പൊ സമയം 10:30 9:50 നമ്മൾ ലൈനിൽ കയറിയതല്ലേ. 40 മിനിറ്റ് ആയി. ലൈന് തീരെ അനക്കമല്ല. ഓട്ടം ഇന്നും മോശമാണോ? ഈ സൈഡ് ഒരുപാട് ആളുകൾ നടന്നു പോണു. എന്തോ ഒരു പരിപാടി ഉണ്ടടേ. ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് നടന്നു പോണു. നമുക്കും തന്നെ പോകേണ്ടത് ഇതുവഴിയാണ്. ഒരാള് കൂട്ടം അത് നടന്നു പോയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിലേ ബ്ലോക്ക് കൂടെ നമുക്ക് ഓടാൻ വേണ്ടി പറ്റണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഏതോ ഒരു പ്രകടനവും വരുന്നുണ്ട്. നാലുകൂടെ ജംഗ്ഷനിലേ നല്ല എന്താ പറയാ പണി നടക്കാൻ നല്ല തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടണില്ല. ഇവിടെ ബ്ലോക്കാണ്, കിട്ടണില്ല. ചൂണ്ടിക്കാട്ടി തന്നത് അതിൻ്റെ ഇടയിൽ കൂടെ. ഇപ്പൊ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പ്രകടനം വരുന്നുണ്ട്. ചെറുതെന്നല്ല, നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആളുകളെല്ലാവരും പ്രകടനത്തിൽ കയറി. ഓ മൈ ഗോഡ്. തൊഴിലുറപ്പിന്റെ എന്താ വിഷയമാണ്. എല്ലാരും നോക്കി നിൽക്കുന്നു. റോഡ് ഫുള്ള് ബ്ലോക്ക് ആവുന്നു. തൊഴിലുറപ്പാര് അറിയുമ്പോ അത്യാവശ്യം ഉണ്ടല്ലോ. അച്ഛനമ്മമാരല്ലേ, കുറെ പേരുണ്ടാവും. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി. അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ അവസ്ഥ ട്ടാ. സമയം 12:21. രണ്ടാമത്തെ ലോക്കല്, രണ്ടാമത്തെ ട്രിപ്പ്. ആകെ എടുത്തത് 2 ട്രിപ്പാണ്. അതിലൊന്ന് 40 രൂപയുടെ, ഇപ്പൊ ഒരു 30 രൂപയുടെ. പൂക്കിയാവും. എന്താവും എന്തോ. ഓട്ടം വളരെ കുറവ്, അങ്ങാടിയിൽ ബ്ലോക്ക്, അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് പരിപാടി നടക്കൂല കേട്ടോ. ഒരു പ്രതീക്ഷയും വേണ്ട. പിന്നെ ഞാന് ചിലപ്പോ സിനിമക്കൊക്കെ പോകുന്ന അങ്ങനത്തെ അതിന് പറ്റിയ ദിവസമാണ്. സിനിമക്കൊക്കെ പോകാൻ പറ്റിയ ദിവസമാണ്. പറഞ്ഞതുപോലെ ചൂണ്ടയിടാനൊക്കെ പോകാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേങ്കിൽ വെള്ളം കൂടാത്തോണ്ട് അത് പൊങ്ങം വെള്ളം വരുന്നില്ല. പൊങ്ങം വെള്ളം വരണം. നന്നായിട്ട് മഴ പെയ്ത് വെള്ളം നന്നായിട്ട് കയറണം. പാടത്തുകൂടെ തോട്ടുകൂടെ അപ്പോഴേ മീനാവുള്ളൂ. എന്തായാലും നോക്കാം. ചെങ്ങന്മാരെ സമയം 1:45. ഞാൻ നേരത്തെ ഒരു ലോക്കൽ കഴിഞ്ഞ് ലൈനിൽ കയറിയിട്ട് ഇപ്പോഴാണ് എനിക്കൊരു അടുത്തൊരു ട്രിപ്പ് കിട്ടിയത്. ഒരു ട്രിപ്പ് എന്ന് പറയാൻ മാത്രം പറ്റുന്ന ഒരു ട്രിപ്പ് ഇന്ന് കിട്ടിയത് ഈ ഒരു ട്രിപ്പാണ്. എത്ര നേരം ലൈനിലിരിക്കണ അന്നങ്ങനല്ല അന്നങ്ങനെ ചില ദിവസം ഇങ്ങനെയാണ് പറയുമ്പോ. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ചനെ കുറ്റം പറയും, ഇന്ന് ബുധനാഴ്ചനെ കുറ്റം പറയേണ്ടി വരാം. 80 രൂപയുടെ ട്രിപ്പ് പറഞ്ഞിട്ട്. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 3 കിലോമീറ്റർ 800 മീറ്റർ ദൂരത്തേക്കായിരുന്നു ട്രിപ്പ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 6.5 കിലോമീറ്റർ ദൂരത്തേക്ക് ട്രിപ്പ് പോയി. അപ്പ് ആൻഡ് ഡൗൺ ചാർജ് 200 രൂപയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ ചാർജിൽ എത്ര കാണിക്കണം അറിയാം? 202.5 കാണിക്കണം. അപ്പൊ അതില് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് 6.5 ഇൻറ്റു 30 അടിച്ചു കഴിഞ്ഞാല് 195 ആണല്ലോ, നീ 5 രൂപ ഏറെ മേടിച്ചില്ലേ എന്നുള്ള ലെവലിലാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ കൂടുതലല്ലേ വാടക എന്നാണ് പറഞ്ഞത്. നമ്മുടെ ചാർട്ടിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഈ ചാർട്ടിൽ നോക്കിയിട്ടാണ് നമ്മൾ വാടക മേടിക്കുന്നത്. നമ്മൾ ആ ഒരു ടൈമിൽ കാൽക്കുലേഷൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാറൊന്നുമില്ല. നേരെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ചാർട്ടിൽ നോക്കും. നമ്മളത് അതിൽ വരുന്നത് എങ്ങനെ കാണിക്കണം വെച്ചാൽ അത് മേടിക്കും. അതങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. മനസ്സിലായല്ലേ? അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരവും എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ്. എന്തെങ്കിലും ഏതെങ്കിലും ഒരു കിലോമീറ്റർ പറഞ്ഞതിന്റെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ ദൂരത്തിന്റെ വ്യത്യാസത്തിലോ ഞാൻ പറഞ്ഞ വാടകന്റെ കാൽക്കുലേഷനിലോ എവിടെയെങ്കിലും ഒരു വ്യത്യാസം എവിടെയും വന്നിട്ടോ. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇതേപോലെ ഒരു 205-6 രൂപയാണ് വരിക. അത് ഞാൻ 200 വാങ്ങിയിട്ടുള്ളൂ. അന്ന് ആരും കമന്റ് ചെയ്തില്ല. അന്ന് ഈ കമന്റ് ഉണ്ടായിരുന്നില്ല. അതാ പറയണത്. മറ്റേ ജഗതിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മള് കൊണ്ടിടുന്നത് ആരും കാണൂല, നമ്മൾ വന്ന് എടുക്കുന്നതേ കാണുള്ളൂ. അത്ര ഉള്ളു കാര്യം. വെറുതെ പറഞ്ഞു തന്നെ ഉള്ളൂ. കമന്റ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ. ശ്രദ്ധിക്കണം. നമ്മളടുത്ത് തെറ്റുകൾ പറ്റാം, മനുഷ്യരാണ്. ചിലപ്പോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ തെറ്റുകൾ പറ്റിയെന്ന് വരാം. പക്ഷെ എന്നാൽ പോലും അന്യൻ്റെത് എന്നുള്ളൊരു പൈസ നമ്മൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു പൈസ നമ്മൾ ഇന്നേ വരെ ആരെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കയ്യിലൊക്കെ 10-20 കുടുങ്ങാറുണ്ട്. അതായത് ഇപ്പൊ ഒരു
ഒരു 140 രൂപയുടെ ട്രിപ്പ് പോയി കിട്ടിക്കോളും. ഇതേപ്പോ നമ്മൾ ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും എത്ര ചോദിക്കും, ഒറ്റയ്ക്ക് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ 150 പറഞ്ഞോ, അയ്യോ 10 രൂപ ഏറെ വാങ്ങിയിരുന്നുള്ള ഒരു ഖേദം മനസ്സിലുണ്ടാവും. ആ ഖേദം എങ്ങനെയാ ഞങ്ങൾ വീട്ടിലറിയോ, പാലിയേറ്റീവിന്റെ ബോക്സ് ഒക്കെ ഉണ്ടാവും കടകളിൽ, അതിന് കൊണ്ടുപോയി ആ 10 രൂപ ഇടും. നമ്മുടെ പേരിലൊന്നല്ല, നമ്മളങ്ങനെ മനസ്സിൽ തന്നെ കരുതുക ആ ആളുടെ പേരിൽ അല്ലെങ്കിൽ ആ ഇതിന് അങ്ങനെ ഇട്ടു. പിന്നെ അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് അതേ ട്രിപ്പ് തന്നെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 10 രൂപ നമ്മളെ ഏറെ അവർക്ക് അവരുടെ 10 നമ്മൾ ഇന്നലെ മേടിച്ച് ഏറെ 10 വാങ്ങിയത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇന്ന് തൊഴിലുറപ്പുകാരാണ് അതിലെ സമരം ചെയ്തത്. അപ്പൊ എന്തിനാണ് സമരം എന്ന് അറിയില്ല, പക്ഷേങ്കിൽ കൂലി കൂട്ടിയേക്കാണ് അവർക്ക് 409 രൂപയാക്കി ഓരോ കൂലി. അപ്പം പിന്നെ അവരെന്തിനാണ് സമരം ചെയ്തതൊക്കെ മനസ്സിലാവണം കേട്ടോ. പക്ഷെ പദ്ധതിൻ്റെ പേര് നൈസായിട്ടൊന്ന് മാറി തോന്നുന്നു. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ വളവ് അങ്ങനെയാണ്, പുതിയ പദ്ധതികളല്ല, പഴയ പദ്ധതികളുടെ പേര് മാറ്റിയിട്ട് പുതിയ പദ്ധതി ആക്കുക. ചോറിന് വേണ്ടി വീട്ടിലാണ് നല്ല വത്തലുണ്ട്, അടിച്ച പൊളിച്ച കയറ്റിൽ കയറ്റാൻ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ ഇതേപോലെ ഇറങ്ങും. വേറെ പരിപാടി വെറുതെ ഇറങ്ങണം. അവിടെ പോയിരുന്നാലും ഫോൺ മക്കൾ, ഇവിടെ പോന്നിരുന്നാലും 2:30 ഞാൻ പോവാണ്, അങ്ങാടിക്ക് പോവാ. കാരണം ഇരുന്നത് കാര്യമില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചവരെ 150 രൂപയ്ക്കാട്ടോ ഓടിക്കണം. 150 രൂപ ഉച്ചവരെ. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ എത്ര ഓടിയാലും ഇപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ഒരു 10,000 റുപ്യേൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ എത്തൂലേ. എത്താനുള്ള വകുപ്പ് ഉണ്ടാവുന്നില്ല. അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യാം. ഉച്ചക്ക് ശേഷമുള്ള കൈനീട്ടം അത് 100 റുപ്യ. വാ പൊളി. ചെറിയൊരു മഴ ചാറുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത്തരത്തിൽ പറമ്പുകളൊക്കെ. ആ എയർപോർട്ടിലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇവിടെ എന്തോ ഒരു അക്രമം നടന്നിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ പറമ്പേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നടാ. അതൊക്കെ കാണുമ്പോ ഇപ്പൊ ഒരു എന്താ പറയാ ഓർമ്മയാണ്. നൊക്കാൾജിയ അറിയില്ല നമ്മളെ. നൊക്കാൾജിയാണ് ഇപ്പൊ എന്ത് ചെയ്യാന്നല്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോ തന്നെ വളരെ ഒരു ഒഴിഞ്ഞൊരു ഏരിയ പോലെയാണ് ഈ ഒരു ഏരിയ. കടിക്ക എപ്പോഴും വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഇടത്തെ സൈഡ് കാണുന്നതൊക്കെ ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളാണ്. ചെറിയൊരു കാടും മൂടിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ പറമ്പുകളാണ്. ഇവിടെ ഒരു വഴിയാണ്. ഞാൻ കുറേ ഞാൻ ഇതിൽ ഈ വഴി കാണുമ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങണം കേട്ടു. വെറുതെ ഇറങ്ങാട്ടത് ഒരു രസമായിട്ട് ഇങ്ങനെ ഇറങ്ങണം. എന്താണ് അതിനുള്ളതൊക്കെ എങ്ങനെയാണ്. ഇവിടെയൊക്കെ കരിങ്കല്ലല്ല, വെട്ടെല്ലിന്റെ കോറിയാണ്. വെട്ടെല്ലും കോറി, അതായത് വീടിന്റെ പടുവിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെട്ടെല്ലും കോറി ആയിരുന്നു. പക്ഷെ എങ്കിൽ ഇപ്പല്ല. ഇപ്പൊ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടായിരിക്കും. ആ ഭാഗത്തേക്ക് ഇനിയും പോവാം. അവിടെ വേറെ എന്തോ ഒരു കാഴ്ച കാണണ്ടല്ലേ. ഇവരൊക്കെ വരാൻ പറ്റിയാവട്ടെ. നമുക്കറിയില്ല, നമ്മള് വരിക തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ വരുന്നുണ്ട്. ബാക്കിയൊക്കെ ആളറിയില്ല. ഓക്കെ, നല്ല മഴ പെയ്യുണ്ടാവും. ഈ ഒരു പറമ്പ് ഞാൻ പറഞ്ഞതുപോലെ വെട്ടാണ്, കാണൂലല്ലോ ശരിക്കും. അപ്പത്തിനാണ് ഈ മഴ പെയ്തിട്ട് നനയിൽ തുടങ്ങി. അതിന്റെ ഇടയിൽ കൂടെ മഴയുണ്ട്. മഴ എപ്പോഴേലൊക്കെ ഒന്നേ പെയ്യുള്ളൂ. വെറുതെ കുറ്റം പറയേണ്ടി എഴുതിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കല്ലെട്ടും കോറി അറിയാം. കല്ല് വെട്ടും കോറി. അങ്ങനെ കല്ല് വെട്ടും കോറിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ല് വെട്ടും കോറി ഭാഗങ്ങളോടൊക്കെ നല്ല മഴയാണ്. ക്യാമറ ലെൻസുമൊക്കെ വെള്ളമായി. തുടക്കട്ടെ. അപ്പൊ കല്ലെട്ടും കോറി ഉണ്ടല്ലേ. കല്ലെട്ടും കോറി ആദ്യം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കോളേജൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കല്ലെട്ടും കോറി തന്നെ ആയിരുന്നു ആ ഒരു ഭാഗങ്ങളിലൊക്കെ. പിന്നെയാണ് അവിടെ കോളേജൊക്കെ വന്ന് സെറ്റപ്പ് ആയത്. കോളേജ് മുമ്പ് പഴയ ബിൽഡിംഗ് വരണുണ്ടായിരുന്നു. പക്ഷെ ഇത്ര സെറ്റപ്പ് ആയത് ഇപ്പൊ അടുത്താണ്. എന്നാ പിന്നെ ഞാൻ ഈ ഒരു കാട്ടിൽ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. വഴി തന്നെ ഉണ്ടാകും. ഇതിന്റെ മുമ്പ് ഒരു ദിവസം കൊണ്ട് ട്രിപ്പ് വന്നെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട്, അങ്ങോട്ടൊന്ന് ഇറങ്ങി കാണാൻ. അത് സാധിച്ചു. നേരെ വണ്ടൂർ കേട്ടോ. നമ്മളൊരു 4-5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ട്രിപ്പ് പോകാറ്. ശരിക്കും 110 രൂപയാണ്. പക്ഷെ അത് 100 രൂപ അതൊക്കെ ബാച്ചാണ്. ഞാൻ 100 രൂപ എന്ന് പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്തു. 10 രൂപ എനിക്ക് ബാച്ചതാണ്. ഞാൻ 110 പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോട്ടെ ചെങ്ങന്മാരെ, സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലോക്കലുകളൊക്കെ ഓടിയാണ്ട് എന്തൊക്കെയായാലും ഉച്ചവരെ 150 ആളെ നമ്മൾ ഓടിയിട്ടുള്ളൂ. ടോട്ടൽ ഒരു 440 രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. 440 റുപ്യ ടോട്ടൽ ആക്കിയിട്ടുണ്ട്. അതാണ് മാക്സിമം ഈ ഒരു നേരം വരെ കഴിഞ്ഞത്. അത് ശ്രദ്ധയോടെ നിന്നിട്ടാണ്. മുന്നിക്ക് എത്തിയിട്ടില്ല. ലൈനിൽ തള്ളിയാണ്ട് മുന്നിക്ക് എത്തുന്ന പരിപാടിയൊന്നുമില്ല. ബാക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ നാട്ടുകാർന്ന് കൂടുതൽ കിട്ടുന്നത്. നാട്ടുകാരൊക്കെ ഇങ്ങനെ തോണ്ടിയിട്ടും മാടിയിട്ടൊക്കെ വിളിച്ചൊക്കെയാണ് ഞാൻ പോയിരുന്നത്.
ഏതായാലും അത് ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാലും ഒരു 600 രൂപയൊക്കെ എത്തിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ അതൊക്കെ തന്നെ ഉള്ളടാ, ഉള്ളത് ഓടും നമ്മൾ ഇന്നത്തെ ദിവസം തന്നെയാണ്. അതായത് 600 എങ്ങനെയും ആക്കാം എന്ന് കരുതി നമ്മൾ നിന്നതല്ലേ. അപ്പോഴാണ് നമുക്കൊരു 120 രൂപയുടെ ഒക്കെ ട്രിപ്പൊക്കെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ നമ്മൾ കറക്റ്റ് 700 രൂപയിലാണ് പോയത്. അപ്പൊ 700 അങ്ങാടിയിലേക്ക് തന്നെ സമയം 6:22. മക്കളുണ്ടാവും റോഡ് കൂടെ, പോക്കറ്റ് റോഡ് കയറുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെങ്ങായിമാരെ സമയം 7:36 ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് കുറച്ച് ഫോൺ ട്രിപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാലുവായേ. അപ്പൊ നമ്മളിപ്പോ ഓടി നിൽക്കുന്നത് 780. ഇനിയിപ്പോ ഞാനൊരു ലോക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള നിംസ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ നാട്ടിലുള്ള കുറച്ച് ആളുകളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. അപ്പൊ അവരെ ഇറക്കുന്ന വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കണം. അങ്ങനെ ആകുമ്പോൾ അവരുടെ 50 രൂപ കിട്ടും. അങ്ങനെ 50 രൂപ കിട്ടുകയാണെങ്കിൽ 750 830 രൂപയിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കംപ്ലീറ്റ് ആയില്ല, അവിടെ എത്തിയവരെ കൊണ്ടുവിട്ടാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഏതായാലും ഉച്ചയ്ക്ക് ശേഷാട്ടോ മക്കളെ നമ്മൾ എന്താ പറയാ വേറെ ലെവലിൽ ഓടിയത്. ഉച്ച വരെ നമ്മൾ 150, ഉച്ചയ്ക്ക് ശേഷം ബാക്കിയല്ല. ആര്യൊക്കെ ഉറങ്ങിട്ടോ. ഞാൻ പാലത്തിങ്ങലായിരുന്നു. സമയം 10 മണി ആയിട്ടുണ്ട്. 860 രൂപയ്ക്കാണ് ലാസ്റ്റ് നമ്മൾ ഓടി നിന്നത്. പിന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ നാട്ടിൽ ട്രിപ്പ് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല. അതാണ് മെയിനായിട്ട്. അതിന് പറഞ്ഞ പോലെ ഈ വീഡിയോ കാണിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു ദിവസം ആവട്ടെ നാളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കടന്നുറങ്ങാം. ബൈ. ഓക്കെ.